ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പുതിയ വിരിഞ്ഞിറങ്ങിയ ഒരു സെറ്റ് കോഴിക്കുഞ്ഞുങ്ങളെയാണ്. ഈ നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ സെലക്റ്റീവ് ബ്രീഡിങ്ങിൽ മാറ്റിയിട്ടതാണ്. അപ്പോൾ കൂടുതലും പുള്ളിക്കുഞ്ഞുങ്ങൾ തന്നെയാണെന്നാണ് പ്രതീക്ഷ. പ്യുവർ വൈറ്റ് ഒരു നേക്കർ നെക്ക് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണിത്, പ്യുവർ നേക്കർ നെക്ക്. 15 കുഞ്ഞോളം ഉണ്ട്. നമ്മൾ വെളിയിൽ വിടുന്നില്ല ഇപ്പോഴേ, കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ വിടുന്നുള്ളൂ. കാര്യം വെളിയിൽ ഇറക്കി വിട്ടാൽ റിസ്ക്കാണ്. ഇതാണ് പ്യുവർ വൈറ്റ് നേക്കർ നെക്ക്. അപ്പോൾ 4 ദിവസം ആയതേ ഉള്ളൂ. ബാക്കി എല്ലാം പുള്ളിയാണ്. എല്ലാം വൈറ്റ് ബ്ലാക്ക് ബ്രൗൺ വൈറ്റ് കോമ്പിനേഷനാണ്. നമ്മൾ അങ്ങനെ തന്നെ സെലക്റ്റീവ് ബ്രീഡിങ് ചെയ്തതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാലേ നമുക്ക് കളർ പറയാൻ പറ്റും. ഇത് ഒരു ചുമപ്പ് വെള്ള ഒരു കുഞ്ഞാണ്. ഈ ചട്ടിക്കകത്താണ് നമ്മൾ അട വെച്ചിരുന്നത്. നല്ലതായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു 3-4 വയസ്സുള്ള ഒരു അമ്മക്കോഴിയാണിത്. അവൾ നല്ലതായിട്ട് നോക്കിയെടുക്കുകയും ചെയ്തു. ഏകദേശം നമ്മൾ 17 മുട്ടയോളം വെച്ചു. അതിൽ നിന്ന് 14 കുഞ്ഞുങ്ങളോളം നമുക്ക് വിരിഞ്ഞ് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ ചൂടായതുകൊണ്ട് എല്ലാം കിട്ടാൻ ഒരു ശകലം ബുദ്ധിമുട്ടായി. ഇനി കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഇത് നമ്മൾ പേരൻറ് സ്റ്റോക്കിലേക്ക് നിർത്താനല്ല, ഇത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയുള്ളൊരു സെറ്റാണ്. കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ നമ്മളങ്ങ് സെയിലാക്കാൻ വേണ്ടി. ഇപ്പോഴേ കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ കൊണ്ടുപോകുന്നവർക്കും ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ ചൂടൊക്കെ അടുത്തൊക്കെ ആണെങ്കിൽ മാത്രമേ ഇത് ഈ ചൂട് കാലാവസ്ഥയിൽ പോയാലും നിൽക്കത്തുള്ളൂ. അല്ല ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ റിസ്ക് ഇല്ല. അപ്പം നമ്മളിപ്പോഴേ കൊടുക്കുന്നില്ല. നല്ലതായിട്ടൊന്ന് രോമമൊക്കെ വന്ന് 2-3 ആഴ്ച ആയിട്ടേ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 1 മാസമായിട്ടേ കൊടുക്കുന്നുള്ളൂ. അതുവരെ ഇങ്ങനെ ഇതിനകത്ത് ഇട്ടേക്കാനാണ്. പിന്നെ നമ്മൾ വെളിയിലോട്ട് ഇറക്കിയാൽ നമ്മൾ കാക്കയും ഓരോ നാശം നമുക്ക് ശല്യം ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കും. ആ സൈഡിലൊക്കെ നിൽക്കുന്ന നല്ല പുള്ളിക്കുഞ്ഞാണ്. ഇതെല്ലാം പുള്ളിയാണ്, എല്ലാം പുള്ളികളാണ്. കളർ എങ്ങനെ ആവും നമുക്ക് കറക്റ്റ് ഇപ്പം പറയാൻ പറ്റത്തില്ല. കുറച്ചാൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റൂ. നമ്മൾ വെളിയിലോട്ട് ഇറക്കുന്നില്ല. വെളിയിൽ ഇറക്കി വിട്ടാൽ കാക്കയോ പരുന്തോ എന്തെങ്കിലും കൊണ്ടുപോകും. പിന്നെ അല്ലേ പൂച്ച, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ശല്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ നമ്മളിപ്പോൾ ഒരു 4 ദിവസം ആയുള്ളൂ ഇറങ്ങിയതാ. അങ്ങനെ ചീമുട്ടയൊന്നും ഇല്ലായിരുന്നു, എല്ലാ മുട്ടയും വിരിഞ്ഞിറങ്ങി. ഈ ചൂടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കുഞ്ഞുങ്ങൾ എത്ര പേര് നമുക്ക് ഇനി റെഡിയായിട്ട് കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ആക്റ്റീവൊക്കെയാണ്. ഞാൻ അറിയത്തില്ല, നോക്കാം. 1 മാസം കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ കൊടുക്കുന്നുള്ളൂ. നിൽക്കട്ടെ, കളർ നോക്കാം. പ്യുവർ വൈറ്റിന് ഞാൻ ചിലപ്പം നമ്മുടെ പേരൻറ് സ്റ്റോക്കിലോട്ട് നിർത്തും. ഈ നേക്കറിനെയൊക്കെ വൈറ്റ് ഫീമെയിലാണെങ്കിൽ. പൂവനാണെങ്കിൽ നമ്മൾ വേണ്ടാന്ന് നോക്കും. കാര്യം പൂവൻ ഇനി നമുക്ക് വേണ്ട. ഓക്കെ, വേറൊരു വീഡിയോയിലൂടെ ഇനി കാണാം.